കാമാഖ്യ ക്ഷേത്രത്തിലെ സാന്നിധ്യത്തെ, ചൈതന്യത്തെ കാമദേവൻ അറിഞ്ഞിരുന്നുവെന്ന് പറഞ്ഞു. കാമദേവന് മോക്ഷപ്രാപ്തി ലഭിച്ചത് കാമാഖ്യയിൽ വെച്ചാണ് എന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെയാണ് കാമരൂപ കാമാഖ്യ എന്ന നാമം ലഭിച്ചത്. എന്നാൽ ക്ഷേത്രം പണികഴിപ്പിച്ച് ആദ്യം ക്ഷേത്രം പണികഴിപ്പിക്കാൻ തുടങ്ങിയത് വിശ്വകർമാവാണ് പണികഴിപ്പിച്ചതെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നീട് ഈ ക്ഷേത്രത്തിന് വേണ്ടുന്ന സംവിധാനങ്ങൾ ഗംഭീരമായ രീതിയിൽ ഒരുക്കിയത് നരകാസുരനാണ് എന്നാണ് പറയപ്പെടുന്നത്. പ്രാഗ് ജ്യോതിഷത്തിലെ രാജാവായിരുന്നു നരകാസുരൻ. പ്രാഗ് ജ്യോതിഷം ഇന്നത്തെ ഗുവാഹത്തിയാണെന്ന് പറഞ്ഞുവല്ലോ. നരകാസുരൻ്റെ ജന്മവുമായി ബന്ധപ്പെട്ട ഐതിഹ്യങ്ങളും വ്യത്യസ്തമാണ്. നാരായണൻ്റെ, മഹാവിഷ്ണുവിൻ്റെ തന്നെ പുത്രനാണ് നരകാസുരൻ എന്നൊരു സങ്കല്പമുണ്ട്. ഭൂമിദേവിയുടെ ഗർഭത്തിൽ ജനിച്ച പുത്രൻ. ഈ നരകാസുരൻ പ്രാഗ് ജ്യോതിഷം വാണിരുന്ന കാലത്ത് മറ്റേത് ദൈവങ്ങളെയും ആരാധിക്കേണ്ടതില്ല എന്നും കാമാഖ്യയിലെ ഭഗവതിയെ, പരാശക്തി, ആദിപരാശക്തി, സകല ദൈവങ്ങളും ഉണ്ടായതിന് കാരണമായ ആദിപരാശക്തിയെ മാത്രം പ്രാർത്ഥിച്ചാൽ സർവ്വവിധ ശക്തി ലഭിക്കുമെന്നും മഹാവിഷ്ണു തന്നെ നരകാസുരൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നൊരു ഐതിഹ്യം കാമാഖ്യയുമായി ബന്ധപ്പെട്ട ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പുസ്തകത്തിൽ നമുക്ക് വായിക്കാനാകും. അങ്ങനെ നരകാസുരൻ മറ്റെല്ലാ ഈശ്വരന്മാരെയും ആരെയും തന്നെ ആരാധിക്കാതെ കാമാഖ്യ ദേവിയെ മാത്രം പൂജിച്ചിരുന്നു. ഇങ്ങനെ ഇരിക്കുന്ന ഒരു കാലത്ത് വസിഷ്ഠമുനി ഒരിക്കൽ കാമാഖ്യ ദേവിയെ ദർശിക്കുവാനായി എത്തി. സാധാരണക്കാർക്ക് ദർശിക്കുവാനുള്ളതല്ല കാമാഖ്യ ദേവിയുടെ സാന്നിധ്യം എന്ന് പറഞ്ഞ് നരകാസുരൻ കളിയാക്കുകയും ദർശനം തടയുകയും ചെയ്തു. ഈ സമയത്ത് വസിഷ്ഠമുനി ശപിച്ചു, നരകാസുരൻ ജീവനുള്ളിടത്തോളം കാലം ഇനി ഒരിക്കലും കാമാഖ്യയുടെ സാന്നിധ്യത്തെ കാണാതെ പോകട്ടെ എന്ന്. അതിനുശേഷം പിന്നീട് ഒരിക്കലും നരകാസുരന് കാമാഖ്യയുടെ സാന്നിധ്യത്തെ അറിയുവാനായില്ല. അതോടുകൂടി മുമ്പേ അഹങ്കാരിയായിരുന്ന നരകാസുരൻ ദേവന്മാരെ ഉപദ്രവിക്കുവാനും ഒരു അസുരശക്തിയിലേക്ക് വളരുവാനും തുടങ്ങി. പിന്നീട് ഇങ്ങനെ ഈ അസുരശക്തി വളർന്നു വരുന്ന കാലത്ത് നരകാസുരൻ ഭഗവതിയെ കാണുകയാണ്. ഭഗവതിയെ മനുഷ്യരൂപത്തിൽ കാണുകയാണ്. കാമാഖ്യ ദേവിയെ ഒരിക്കലും കാണാനാകില്ല എന്ന് വസിഷ്ഠൻ ശപിച്ചു കഴിഞ്ഞുവല്ലോ. ഭഗവതിയെ മനുഷ്യരൂപത്തിൽ കാണുമ്പോൾ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ സമയത്ത് ഭഗവതി പറയുന്നു, തീർച്ചയായിട്ടും ഞാൻ നിന്നെ വിവാഹം കഴിക്കാം, പക്ഷേ നീലപർവ്വതത്തിൽ കാമാഖ്യ ക്ഷേത്രത്തിലേക്ക് കയറുവാനുള്ള പടവുകൾ, ഈ പടവുകൾ നീ ഒരൊറ്റ രാത്രി കൊണ്ട് ഒറ്റയ്ക്ക് പൂർത്തിയാക്കുകയാണെങ്കിൽ നാളെ പ്രഭാതത്തിൽ ഞാൻ നിന്നെ വിവാഹം കഴിച്ചു കൊള്ളാമെന്ന്. നരകാസുരൻ ഇത് കേട്ട ആവേശത്തിൽ നേരെ നീലപർവ്വതത്തിൽ പടവുകൾ നിർമ്മിക്കാൻ തുടങ്ങുകയും രാത്രിയിൽ ഭഗവതി തന്നെ ഒരു പൂങ്കോഴിയെ കൊണ്ടുവന്ന് ആ പൂങ്കോഴിയെ കൊണ്ട് കൂവിക്കുകയും നേരം വെളുത്തു എന്ന് കരുതി നരകാസുരന് പടവുകൾ പൂർത്തിയാക്കാനാകാതെ പോവുകയും ചെയ്തു എന്നൊരു ഐതിഹ്യമുണ്ട്. അതിനുശേഷം പിന്നീട് താൻ ചതിക്കപ്പെടുകയാണെന്ന് മനസ്സിലാക്കിയ നരകാസുരൻ ആ കോഴിക്ക് പുറകെ ഓടുകയും ബ്രഹ്മപുത്ര നദിയുടെ അക്കരെ വെച്ച് കോഴിയെ പിടികൂടുകയും കൊന്നുകളയുകയും ചെയ്തു എന്നും ഒരു ഐതിഹ്യമുണ്ട്. ഏതായാലും നരകാസുരനാണ് ആദ്യകാലത്ത് പടവുകൾ പണിതത്. 4 വശത്തു നിന്നും ഈ പടവുകൾ ഉണ്ടായിരുന്നു. ഈ 4 പടവുകൾക്കും പ്രത്യേകതയുണ്ടായിരുന്നു. ഇപ്പോഴും കാമാഖ്യ ക്ഷേത്രത്തിൽ അങ്ങനെ ഒരു വിശ്വാസമുണ്ട്. കിഴക്കുന്നുള്ള പടവുകൾ കയറി വന്നാൽ സർവ്വവിധ ഐശ്വര്യവും സമ്പത്തും ധനവും അതുപോലെ തന്നെ പ്രശസ്തിയും ഒക്കെ ഉണ്ടാകും കിഴക്കുന്നുള്ള നട കയറി ചെന്നാൽ. വടക്കുന്നാണ് കയറുന്നതെങ്കിൽ രാജ്യമാണ് ലഭിക്കുക. പടിഞ്ഞാറുന്ന് കയറി വരുന്ന ആൾക്ക് മോക്ഷത്തിലേക്കുള്ള മാർഗം തുറന്നു കിട്ടുന്നു. എന്നാൽ തെക്ക് നിന്നാണ് വരുന്നതെങ്കിൽ മരണമുറപ്പ് എന്ന്. അങ്ങനെയുള്ള പടവുകളുടെ പ്രാധാന്യം. അപ്പം നരകാസുരനാണ് ആദ്യം ആ പടവുകൾ നിർമ്മിച്ചത് എന്നുള്ള ഒരു ഐതിഹ്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാമദേവനാൽ നിർമ്മിക്കപ്പെട്ടതും നരകാസുരനാൽ പടവുകൾ നിർമ്മിക്കപ്പെട്ടതുമാണ് കാമാഖ്യയിലെ ക്ഷേത്രം എന്ന് മനസ്സിലാക്കുമ്പോൾ ഇനി നമുക്കൊരല്പം ചരിത്രം പറയാം. AD 1490 വിശ്വസിംഗ് എന്ന രാജാവ്, അദ്ദേഹം തൻ്റെ ദേശം ഭരിച്ചിരുന്ന കാലത്ത് ദേശത്ത് ആഭ്യന്തരമായ ഒരുപാട് സംഘർഷങ്ങൾ ഉണ്ടാവുകയും ശത്രുക്കളുടെ ഒക്കെ ഒരു ആക്രമണ ഭീതിയൊക്കെ നിലനിൽക്കുകയും ചെയ്തപ്പോൾ രാജാവിന് മനസമാധാനമില്ലാതെയായി. ഈ സമയത്ത് അദ്ദേഹം ഒരു സഞ്ചാരത്തിന്, തൻ്റെ ദേശത്തിലൂടെ ഒരു സഞ്ചാരത്തിന് തീരുമാനിക്കുകയും സഹോദരനെയും കൂട്ടി സഞ്ചരിച്ച് പല സ്ഥലങ്ങളിലൂടെ സഞ്ചരിച്ച് ഒടുവിൽ നീലപർവ്വതത്തിൽ എത്തുകയും ചെയ്തു. നീലപർവ്വതം അന്നൊരു വനപ്രദേശമാണ്. ഈ വനപ്രദേശത്തിനകത്തേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ ദാഹിച്ചും വിശന്നുമൊക്കെ അദ്ദേഹം വല്ലാതെ തളർന്നു. എങ്കിലും പർവ്വതത്തിൽ ഏറ്റവും മുകളിലേക്ക് എത്തി ഒരു പ്രത്യേക പ്രദേശം എത്തിയപ്പോൾ അദ്ദേഹത്തിന് ഇന്ന് ഇവിടെയാണ് തങ്ങേണ്ടത് എന്ന് തോന്നുകയും ക്ഷീണാധിക്യത്താൽ അദ്ദേഹം അവിടെ തന്നെ ഒരു വൃക്ഷത്തിന് ചുവട്ടിലിരിക്കുകയും ചെയ്തു. ഈ സമയത്ത് വൃദ്ധയായ ഒരു സ്ത്രീ അവിടേക്ക് വരികയും എവിടെയാണ് പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ ഇവിടുത്തെ ദേവിക്ക് പൂജകൾ ചെയ്യാനായി പോവുകയാണെന്ന് പറയുകയും ചെയ്തു. കുടിക്കാനൊരൽപ്പം ജലം ലഭിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അപ്പോൾ തന്നെ ആ വൃദ്ധ ജലം നൽകുകയും ഭക്ഷണം നൽകുകയും ചെയ്തു. പോരാത്തതിന് അവിടെ കുടികൊള്ളുന്ന കാമാഖ്യ ദേവിയുടെ പ്രത്യേകതകൾ മുഴുവനും രാജാവിന് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. ഈ സമയത്ത് നിറഞ്ഞ കണ്ണുകളോടുകൂടി രാജാവ് പറഞ്ഞു, അമ്മേ, അമ്മയുടെ അനുഗ്രഹങ്ങൾ എന്നിലേക്കും എൻ്റെ രാജ്യത്തേക്കും വന്നു പതിക്കുവാൻ കാരണമാകണമേ. എൻ്റെ രാജ്യത്തിലെ ഇപ്പോൾ നിൽക്കുന്ന പ്രശ്നങ്ങളെല്ലാം ഒഴിവായി ഒരു ഐശ്വര്യസമ്പൂർണമായ രാജ്യമായി മാറുവാൻ അമ്മ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. അമ്മ ആ അനുഗ്രഹം എനിക്ക് നൽകുകയാണെങ്കിൽ അമ്മയ്ക്ക് ഇവിടെ ഞാനൊരു സ്വർണ്ണക്ഷേത്രം പണിതു തരാം എന്നും രാജാവ് പറഞ്ഞു. ഏതായാലും പിറ്റേന്ന് പ്രഭാതത്തിൽ രാജാവും സഹോദരനും മലയിറങ്ങി താഴേക്ക് രാജകൊട്ടാരത്തിലേക്ക് എത്തി.
രാജകൊട്ടാരത്തിലേക്ക് എത്തിയപ്പോൾ ആദ്യം തന്നെ അറിയുന്നത് ശത്രുക്കൾ, ആ യുദ്ധത്തിൻ്റെ ആ ഒരു ഭീഷണി നൽകിയിരുന്ന ശത്രുക്കൾ അതിൽ നിന്ന് പിന്മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല അദ്ദേഹത്തിന് ഒരു വളരെ ശക്തമായൊരു സൈന്യം തയ്യാറായിരിക്കുന്നു എന്നുള്ള വാർത്തയും ലഭിച്ചിരിക്കുന്നു. അതായത് അദ്ദേഹത്തിന് തന്നെ അദ്ദേഹത്തിൻ്റെ രാജ്യത്ത് ഒരു ശക്തമായ സൈന്യം തയ്യാറായിരിക്കുന്നു എന്ന വാർത്ത ലഭിക്കുന്നു. പിന്നെ അങ്ങോട്ട് ഐശ്വര്യത്തിൻ്റെതായ ഒരുപാട് സൂചനകൾ അദ്ദേഹം ലഭിക്കുന്നു. ഈ സമയത്താണ് രാജാവ് ഈ ഒരു ക്ഷേത്രത്തിനെക്കുറിച്ച് ഓർക്കുന്നതും പണ്ഡിതന്മാരോടും ജ്യോത്സ്യന്മാരോടും ക്ഷേത്രത്തെക്കുറിച്ച് പറയുന്നത്. അവരാണ് കാമാഖ്യ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതകൾ, പുരാണത്തിൽ പറയപ്പെടുന്ന പ്രത്യേകതകളൊക്കെയും രാജാവിന് പറഞ്ഞു കൊടുക്കുന്നതും ക്ഷേത്രം നിർമ്മിക്കുവാൻ വേണ്ടുന്നതിന് വേണ്ട എല്ലാ തയ്യാറെടുക്കലുകളും നടത്തുന്നത്. ഈ സമയത്ത് ഇഷ്ടിക കൊണ്ടാണ് ക്ഷേത്രം പണിയാൻ ആദ്യം തീരുമാനിക്കുന്നത്. ക്ഷേത്രത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം രാത്രി രാജാവ് ഒരു സ്വപ്നം കാണുകയാണ്. ഒരു ബാലിക അദ്ദേഹത്തിന് അടുത്ത് വന്ന് പറയുന്നു, എനിക്ക് സ്വർണ്ണത്തിലല്ലേ ക്ഷേത്രം പണിത് തരാമെന്ന് പറഞ്ഞത്, പിന്നെ എന്തുകൊണ്ട് ഈ കല്ലുകൾ കൊണ്ട് എന്ന്. അപ്പോൾ രാജാവ് പെട്ടെന്ന് ക്ഷമാപണം നടത്തുകയാണ്. അത്രമാത്രം സ്വർണം കണ്ടെത്തുവാൻ എനിക്ക് ആവതില്ല അമ്മേ, സ്വർണം കൊണ്ടൊരു ക്ഷേത്രം പണിയാൻ എനിക്ക് ആവതില്ല എന്ന് പറയുന്നു. ഈ സമയത്ത് വീണ്ടും ബാലിക തന്നെ നിർദ്ദേശം നൽകുന്നു, സ്വർണം കൊണ്ട് ക്ഷേത്രം പണിയണമെന്നില്ല, പക്ഷേ ഓരോ ഇഷ്ടികയും ഓരോ കല്ലുകളും വെക്കുന്നതിന് ഇടയ്ക്ക് ഒരു സ്വർണ്ണ തകിട് വെച്ചോളൂ എന്ന്. അങ്ങനെ പിറ്റേന്ന് മുതൽ പണി ആരംഭിച്ചത് ആ ഇഷ്ടികയ്ക്കിടയിൽ സ്വർണ്ണ തകിട് വെച്ചുകൊണ്ടാണ്. ഈ രാജാവ് സ്വപ്നം കാണുന്നതിന് മുൻപൊരു സംഭവം ഉണ്ടാകുന്നുണ്ട്. ഈ കല്ലിൽ ക്ഷേത്രം പണിത് തുടങ്ങിയല്ലോ, ക്ഷേത്രം പണിത് ഏതാണ്ട് പൂർത്തിയാകുന്ന ഘട്ടം എത്തിയപ്പോൾ ക്ഷേത്രം പൊളിഞ്ഞു വീണു. അന്ന് രാത്രിയാണ് രാജാവിന് ഇങ്ങനൊരു സ്വപ്നം ഉണ്ടാകുന്നത്. പിന്നീട് ഏതായാലും ക്ഷേത്രത്തെ വീണ്ടും പുനർനിർമ്മിച്ചപ്പോൾ ഈ കല്ലുകൾക്കിടയിൽ ആ സ്വർണ്ണ തകിട് വെച്ച് പൂർത്തീകരിച്ചു. അങ്ങനെയാണ് കാമാഖ്യയിലെ ക്ഷേത്രം 1490-ആം ആണ്ടിൽ വിശ്വസിംഗ് എന്ന രാജാവിനാൽ പൂർത്തീകരിക്കപ്പെട്ടത്. ഇത് ചരിത്രമാണ്. കാമാഖ്യ ക്ഷേത്രം. ഇവിടെ സതീദേവി സാന്നിധ്യം ശക്തിഭാവത്തിൽ നിലകൊള്ളുമ്പോൾ ആദിപരാശക്തി തന്നെയാണ് ഇവിടെ കുടികൊള്ളുന്നതെന്ന് മനസ്സിലാക്കിയാണ് ആരാധന നടത്തേണ്ടത്. ചുവപ്പ് നിറങ്ങൾ ദേവിക്ക് ഏറെ ഇഷ്ടമാണ്. ചുവപ്പ് വസ്ത്രങ്ങൾ അണിഞ്ഞുകൊണ്ട് വേണം കാമാഖ്യ ദേവി ക്ഷേത്രത്തിൽ ദർശനം നടത്തുവാനും കാമാഖ്യയുടെ നാമം ഉച്ചരിക്കുവാൻ പോലും എന്നാണ് വിശ്വാസമുള്ളത്. അതുകൊണ്ട് തന്നെ അംബുബാച്ചി ഉത്സവ സമയത്തൊക്കെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു ചുവപ്പിൻ്റെ കടൽ തന്നെ ഇവിടേക്ക് എത്തിയതുപോലെ തോന്നും. ചുവപ്പ് ഇഷ്ടപ്പെടുന്ന ഭഗവതിയെ ആരാധിക്കുവാൻ കാമാഖ്യയിലെത്തുമ്പോൾ മറ്റൊന്നുകൂടി അറിയാം, ദശമഹാവിദ്യകളുടെ സാന്നിധ്യവും ഈ ക്ഷേത്രഭൂമിയിലുണ്ട്. ദശമഹാവിദ്യകൾ എന്ന് പറയുന്നത് 10 കാളീ സങ്കല്പങ്ങളാണ്, ഭഗവതീ സങ്കല്പങ്ങളാണ്, വിദ്യാഭാവങ്ങളാണ്. ഈ 10 സങ്കല്പങ്ങളും സതീദേവിയുടെ ചൈതന്യങ്ങൾ തന്നെയാണ് എന്നും ഐതിഹ്യമുണ്ട്. അതല്ല, പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന സർവ്വചരാചരങ്ങളിലും നിലനിൽക്കുന്ന ആദിപരാശക്തിയുടെ 10 ഭാവങ്ങളാണ് എന്നും വിശ്വസിക്കപ്പെടുന്നുണ്ട്. ഈ ദശമഹാവിദ്യകളെ നമുക്കിവിടെ ദർശിക്കുവാനാകും. കാളി, ഉഗ്രതാര, ത്രിപുരസുന്ദരിക്കൊപ്പം തന്നെ ഭുവനേശ്വരി, അതുപോലെ തന്നെ ഭൈരവി സങ്കല്പം നിറഞ്ഞു നിൽക്കുന്നു. ഭൈരവി ഭാവത്തെ നമുക്കിവിടെ പ്രത്യേകം തന്നെ കാണാനാകും. അവിടെ ക്ഷേത്രത്തിൻ്റെ താഴേക്ക് ഇറങ്ങി ചെന്നാൽ ബാലഭൈരവി സങ്കല്പം ഒരു ശിലയിൽ ആലേഖനം ചെയ്തിരിക്കുന്ന കാണാം. ഗംഭീരമായൊരു കാഴ്ചയാണത്. ഭൈരവീ സങ്കല്പത്തെ അങ്ങനെ കാണാം. ചിന്നമസ്ത സങ്കല്പം, ബഗളാമുഖി, മാതങ്കി, കമല എന്നിങ്ങനെ എല്ലാ ദേവിമാരുടെ ഭാവങ്ങളും അവിടെ ഒത്തുചേരുന്നുണ്ട്. അങ്ങനെ ദശമഹാവിദ്യകളെ ദർശിക്കുവാനൊരു അപൂർവ ഭാഗ്യം കൂടി നമുക്ക് കാമാഖ്യയിലെത്തുന്നു. പക്ഷേ ഓർക്കുക, കാമാഖ്യയിൽ ആദ്യ ദർശനത്തിൽ ഒരു കാരണവശാലും കാമാഖ്യ ദേവിയെ ദർശിച്ച് ഈ ദശമഹാവിദ്യകളെയും ദർശിച്ച് പൂർത്തിയാക്കാനാകില്ലത്രേ. അത് ദേവിയുടെ ഒരു നിശ്ചയമാണ്. പലതവണ വന്നാൽ മാത്രമേ ഈ ദർശനം പൂർത്തിയാക്കാൻ പാടുള്ളൂ. അങ്ങനെയാണ് പലപ്പോഴും അനുഭവം. ആർക്കും തന്നെ ആദ്യത്തെ അവസരത്തിൽ തന്നെ എല്ലാ ക്ഷേത്രങ്ങളും തൊഴുതു വരാനാകാത്ത രീതിയിൽ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങളുണ്ടായി വരും. Moksha, Journey to the Self.